ദൈവം എന്തിന് മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നത്. മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട്, ലോകത്തോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട്, കുറവ് വരാത്ത സ്നേഹം കൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പിറന്നത്. നമ്മുടെ ആരാധനാക്രമത്തിൽ, പ്രത്യേകിച്ച് ഹാശായുടെ പ്രാർത്ഥനകളിൽ, ദൈവം എന്തുകൊണ്ട് മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയുവാൻ പിതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനകളിലാണ്, ആശാ തിങ്കളാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനകളിൽ അവിടെ 2 വരികൾ ഇങ്ങനെയാണ് പാടുന്നത്: ദൈവത്വത്തോടുടയോൻ വന്നാൽ നേരെ നിൽപ്പാൻ ആരാളാവും. ദൈവം കത്തിക്കാളുന്നവനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ, പഴയ നിയമത്തിൽ 3-4 പ്രതീകങ്ങളാണ് ദൈവത്തിന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. ദൈവത്തെ കാണുവാനൊക്കെ അവർ അന്വേഷിച്ചത് അഗ്നിക്കുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിച്ചു, പുകയ്ക്കുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിച്ചു, വലിയ കാറ്റിനുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിച്ചു. അങ്ങനെ ഭീകരമാകുന്ന പ്രകൃതികളിലാണ് ദൈവ സാന്നിധ്യം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറയായിരുന്നു പഴയകാലത്തെ തലമുറ. അഗ്നിയിലും പ്രചണ്ഡവാദത്തിലും പുകയിലും ഒക്കെ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യനായി ഭൂമിയിൽ വന്നു പിറന്നു. എന്തിനു വേണ്ടിയാണെന്ന് നമ്മുടെ ഹാശായുടെ ആരാധന പറയുന്നു: ദൈവത്വത്തോടുദയോൻ വന്നാൽ നേരെ നിൽപ്പാൻ ആരാളാവും. നമ്മളിപ്പോ പറഞ്ഞ പോലെ അഗ്നിയായി, പുകയായി, കാറ്റായി ഒക്കെ ഇറങ്ങി വന്നാൽ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ബലഹീനമർത്യരാകുന്ന, നിസ്സാരരാകുന്ന നമ്മൾക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇത് നമുക്ക് വലിയൊരു പ്രത്യാശയാണ് ഈ പുതുവർഷത്തിൽ പകരുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സങ്കടം കേൾക്കാൻ ആരുമില്ലെന്നും, നമ്മുടെ പ്രയാസങ്ങളിൽ കൂട്ടിരിക്കാൻ ആരുമില്ലെന്നും, എന്നെ അന്വേഷിക്കാൻ ആരുമില്ലെന്നും, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വിശ്വസിച്ച് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ലെന്നും ഒക്കെ നമ്മളിങ്ങനെ പരാതി പറയുമ്പോ നമുക്ക് വലിയ ആശ്വാസമാണ്. ഇതാ, നിങ്ങളെ പോലെ കരയുന്നൊരു ശിശു, നിങ്ങളെ പോലെ ചിരിക്കുന്നൊരു ശിശു, നിങ്ങളെ പോലെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചൊരു ശിശു നമ്മളോടുകൂടെ സഹയാത്രികനായി ചേരുകയാണ്. അതുകൊണ്ടാണ് അമ്മാനുവേൽ എന്നുള്ള പേരവന് നൽകിയത്. ദൈവം നമ്മോട് കൂടെയാണ്. ആ കൂടെയുള്ള ദൈവവുമായാണ് പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നത്. ആ കൂടെയുള്ള ദൈവം കൈപിടിച്ച് ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവാസനത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളവാസന ആകുന്നു. നമുക്കറിയാം, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ശ്രമഫലമായി രൂപപ്പെട്ട സഭയാണ് കൊരിന്തിലെ സഭ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സന്ദർശിക്കുന്നതും അവരോട് സുവിശേഷം അറിയിക്കുന്നതും ഒക്കെ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സന്ദർശിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, പൗലോസ് അപ്പോസ്തലന് ശേഷം തിമോത്തിയോസ് കൊരിന്തിൽ പോകുന്നുണ്ട്, തീത്തോസ് കൊരിന്തിൽ പോകുന്നുണ്ട്. അങ്ങനെ പൗലോസ് അപ്പോസ്തലനും അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആളുകളും ഒക്കെ സന്ദർശിച്ച് യേശുക്രിസ്തുവിന്റെ ജീവദായകമാകുന്ന സുവിശേഷം അറിയിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലം. ഈ കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലത്തിന് പൗലോസ് അപ്പോസ്തലൻ ചെല്ലുന്ന സമയത്ത് 3 പ്രത്യേകതകൾ ഉണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വിവിധ മതവിഭാഗത്തിലുള്ള ആളുകൾ ഇടകലർന്നു വസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കൊരിന്ത് പട്ടണം. ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ല, വിവിധ മതവിഭാഗത്തിലുള്ള ആളുകൾ ഒരുമിച്ച് വസിച്ച സ്ഥലമാണ് കൊരിന്ത് പട്ടണം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ,
കൊരിന്ത് ഒരു തുറമുഖ പട്ടണമായിരുന്നു. നമുക്കറിയാം, പഴയകാലത്ത് യാത്രാ മാധ്യമം എന്ന് പറയുന്നത് വാട്ടർ ബോയ്സ് ആണ്, ജലഗതാഗതമാണ്. അതുകൊണ്ട് തന്നെ തുറമുഖ പട്ടണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ തുറമുഖ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആളുകൾ വന്നിറങ്ങുന്നു, ഭാഷകൾ ഇടകലരുന്നു, സംസ്കാരങ്ങൾ വികസിക്കുന്നു, സമ്പത്തുണ്ടാകുന്നു, വാണിജ്യ വ്യവസായങ്ങളുടെ സാധ്യതകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ തുറമുഖ പട്ടണങ്ങളിൽ സ്വാഭാവികമായും രൂപപ്പെട്ടു വരും. ഇത് കുറെ കൂടെ ഭംഗിയായി മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരള നാട്ടിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പട്ടണങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഒന്ന് കൊച്ചിയാണ്, ഒന്ന് തിരുവനന്തപുരമാണ്. വേറൊന്നും കൊണ്ടുമല്ല, അവിടെ രണ്ട് എയർപോർട്ടുകളുണ്ട്. നിരവധി ആളുകൾ യാത്രികരായി വന്നിറങ്ങുന്നുണ്ട്. നിരവധി ആളുകൾ പരസ്പരം സംഭാഷണങ്ങൾ നടത്തുന്നു. വാണിജ്യ വ്യവസായങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു. ഒരു 2 മാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഈ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഗണ്യമായ മാറ്റമാണ് ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ കൊരിന്തെന്ന് പറയുന്നതും അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു. നിരവധി ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രാധാന്യം ആ സ്ഥലത്തിന് സ്വാഭാവികമായും വന്നു ചേർന്നു. ഒരു തുറമുഖ പട്ടണമാണ്. മൂന്നാമതായി പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ ചെല്ലുമ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സകല ദുർമാർഗങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു കൊരിന്ത്. സകല ദുർമാർഗങ്ങൾ, ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തുറമുഖ പട്ടണം എന്നുള്ള നിലയിൽ സമ്പാദ്യം കൊരിന്തിൽ അടിഞ്ഞുകൂടി, കുമിഞ്ഞുകൂടി. സമ്പത്ത് എവിടെ അനിയന്ത്രിതമായി കൂടുന്നുവോ അവിടെ സ്വാഭാവികമായും ജീർണതയുണ്ടാകും. അത് സഭയിലാണെങ്കിലും ഇടവകകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ സമ്പത്ത് അനിയന്ത്രിതമാകുന്ന രീതിയിൽ എവിടെയൊക്കെ കുമിഞ്ഞു കൂടുന്നുണ്ടോ അവിടെയൊക്കെ ജീർണത സ്വാഭാവികമായും ഉടലെടുക്കും. കൊരിന്തിലും സംഭവിച്ച അപജയം അതാണ്. സമ്പത്ത് അനിയന്ത്രിതമായി കൂടിയത് കൊണ്ട് അവരെല്ലാവരും ദുർമാർഗികളായി തീർന്നു. ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനത്തിൽ സത്യത്തിൽ ഈ വിഷയത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി 1 കൊരിന്ത്യ ലേഖനം. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയാൻ ആഗ്രഹിച്ചത് മുഴുവനും ഇതാണ്: നിങ്ങൾ ദുർമാർഗം വിട്ടു തിരിയണം. നിങ്ങൾ ശരീരം കൊണ്ട് പാപം ചെയ്യരുത്. നിങ്ങൾ ശരീരം കൊണ്ട് പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കരുത്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർനടപ്പ് ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളാണ് 1 കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് നൽകുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, 1 കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ ഉപദേശം കൊടുക്കുമ്പോൾ അതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് നാം മനസ്സിലാക്കില്ല. 2 കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് നമ്മുടെ ചിന്താ വിഷയം എടുത്തിട്ടുള്ളത്. ഈ 1 കൊരിന്ത്യ ലേഖനം എഴുതിയതുപോലെ തന്നെ ഒരു ചരിത്ര പശ്ചാത്തലം രണ്ടാമത്തേത് എഴുതുന്നതിന്റെ പിന്നിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവരെ പൗലോസ് അപ്പോസ്തലൻ ഉപദേശിച്ചപ്പോൾ നിങ്ങൾ തെറ്റുവിട്ട് നീതിയിലും ധർമ്മത്തിലും ജീവിക്കണമെന്ന് ഉപദേശിച്ചപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ ഉപദേശം നടത്തിയ ആളോട് ഒരു സ്വാഭാവികമായ ദേഷ്യം ഉണ്ടാവുക എല്ലാ ജീവിതങ്ങളിലും കണ്ടുവരുന്നതാണ്. നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ല ഉപദേശം കേൾക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവിടെ അധികം പേരൊന്നും ഇരിപ്പില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ ഒന്ന് വഴക്ക് പറയാനുള്ള ധൈര്യമൊന്നും ഇന്നത്തെ കാലത്ത് ഒരു അപ്പനും അമ്മയ്ക്ക് ഇല്ല. കാര്യം അവിടെ പിള്ളേരുടെ മുഖത്ത് നോക്കി നേരെ നിന്നോണ്ട് 2 വാക്ക് വഴക്ക് പറയാൻ ധൈര്യമുള്ള എത്ര മാതാപിതാക്കളുണ്ട്? ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത നിമിഷം അവരെന്തോ പറയുന്നേന്ന് നമുക്കറിയില്ല. ഈ ജനറേഷൻ ഗ്യാപ്പ് അത്രമാത്രം പെരുകിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പഴയ കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞാൽ വൈകിട്ടത്തെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതിൽ പരം വേറെ വലിയ കഠിനമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം മാതാപിതാക്കളൊക്കെ അങ്ങനെയാണ്. വൈകിട്ടത്തെ ഭക്ഷണം ഒഴിവാക്കുക. പാപ്പനും അമ്മയും കൂടെ പറയും, വേണേ വന്ന് കഴിച്ചിട്ട് ഉറങ്ങുക, വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളൂ എന്ന് പറയും. അല്ലാതെ പുറകിന് പോയി ഇങ്ങനെ കുത്തിത്തീറ്റിക്കുന്ന പരിപാടിയൊന്നും പഴയ കാലത്തില്ല. അതുകൊണ്ട് നമ്മുടെ പിണക്കങ്ങളൊക്കെ അതുവരെയുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. പിണക്കമൊക്കെ വന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി, പിന്നെ വല്ലയിടത്തും പോയി പിടിച്ചോണ്ട് വരേണ്ട ഗതികേടാണ്. ഇതുമാത്രം സ്ഥലങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇതാണ് ഇന്നത്തെ ലോകം അഡ്രസ് ചെയ്യുന്ന വലിയൊരു പ്രയാസകരമാകുന്ന വിഷയമാണ്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ സഭയെ വല്ലാതെ ഉപദേശിച്ചു. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം എന്നവരോട് പറഞ്ഞു. ഇതവരോട് പറഞ്ഞപ്പോ 2 സാധ്യതകളെ ഇതിന്റെ മുമ്പിലുള്ളൂ. ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യത എന്താണ്? ഈ ഉപദേശം അതേപടി സ്വീകരിച്ചിട്ട് അങ്ങ് നന്നാവുക. അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്താണെന്ന് വെച്ചാൽ
ഉപദേശം സ്വീകരിക്കാതിരിക്കുക, ഇനിമേൽ ഉപദേശം പറഞ്ഞുകൊണ്ട് വരാതിരിക്കാൻ തക്കവണ്ണം ഉപദേശം പറഞ്ഞ ആളെ പള്ളു പറയുക, പരിഹസിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള സകല അപവാദങ്ങളും ഈ ഉപദേശിച്ച ആളുടെ മേൽ ചാർത്തി കൊടുക്കും. കുറെ കൂടെ ഭംഗിയായി പറഞ്ഞ ഈ I2I ന്യൂസുകാരുടെ എന്തെങ്കിലും കൊടുക്കും. നമ്മുടെ അച്ഛന്മാരാരെങ്കിലും പള്ളിയിൽ ഇപ്പൊ വല്ലതും പറയാറുണ്ട്? പറയല്ലോ, പേടി കൊണ്ട്, വേറൊന്നും കൊണ്ടല്ലേ, പേടി കൊണ്ടാണ്. എന്തെങ്കിലും ആരോടൊരു ഉപദേശം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഉപദേശം അത് പള്ളിയിലും കിട്ടുന്നില്ല. സ്കൂളിൽ പോയാൽ അവിടെ അധ്യാപകരാരും പിള്ളേരെ വഴക്ക് പറയാം ഉണ്ടോ? ഇല്ല. വീട്ടിൽ പറയാം ഇല്ല. അതാണ് ഇന്നത്തെ സാഹചര്യം. അത് മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ഇവരെ ഉപദേശിച്ചപ്പോ അവർക്ക് ഒന്നാമത് പറഞ്ഞതുപോലെ അവർക്ക് നേരെയാവാൻ തക്കവണ്ണം താല്പര്യമില്ല. നേരെയാവാൻ താല്പര്യമില്ല. അവർ ഉപദേശം സ്വീകരിക്കുവാൻ അവർക്ക് യാതൊരു സന്നദ്ധതയും അവർക്ക് ഉണ്ടായില്ല. പിന്നെ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഉപദേശം പറഞ്ഞ പൗലോസ് അപ്പോസ്തലനെ അപവാദങ്ങളാൽ തളർത്തുവാൻ ശ്രമിച്ചു. പൗലോസ് അപ്പോസ്തലന് നേരെ അവർ ചൊരിഞ്ഞ വലിയ അപവാദമാണ്. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഉപദേശിക്കാൻ തക്കവണ്ണം നീ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാണോ? നീ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാണോ? നീ അപ്പോസ്തലനാണോ? അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം അവസാനിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ ഹൃദയവേദനയോടെയാണ് അവരോട് പറയുന്നത്, ഞാനും ഒരു അപ്പോസ്തലനാണ് എന്നൊക്കെ അവരോട് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ അവസാന അധ്യായത്തിലുണ്ടല്ലോ. അപ്പൊ അവര് ചോദിച്ചു, കർത്താവിന്റെ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്റെ പേര് ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ നീ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ഉപദേശിക്കുവാൻ തക്കോണം വരുന്നത്? നീ ക്രിസ്തുവിനെ പറ്റി ഉപദേശിക്കുവാൻ തക്കോണം എന്ത് അനുഭവമാണ് നിനക്കുള്ളത് എന്നൊക്കെ അവർ കളിയാക്കി ചോദിക്കുകയും ജനങ്ങളുടെ ഇടയിൽ കലക്കമുണ്ടാക്കുകയും ചെയ്തു. ജനങ്ങളോട് അവർ പറഞ്ഞു കൊടുത്തു, ഇവനെ യഥാർത്ഥത്തിൽ നിങ്ങൾ പിന്തുടരേണ്ട ആവശ്യമില്ല. ഇവൻ ക്രിസ്തുവിൽ നിന്നും പ്രാപിച്ചിട്ടില്ല, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ക്രിസ്തുവിനോടൊപ്പം നടന്ന 12 പേരുടെ കൂട്ടത്തിൽ ഇവന്റെ പേരില്ല. അതുകൊണ്ട് പിന്നീട് നിങ്ങൾ എന്തിനാണ് പൗലോസ് അപ്പോസ്തലനെ ഇപ്രകാരം പുകഴ്ത്തുന്നത്? അവൻ പറയുന്ന വചനം കേൾക്കുന്നതെന്ന് സ്വാഭാവികമായും അവര് ചോദിച്ചു. ഈ ചോദ്യത്തിന് ഉത്തരമായി പൗലോസ് അപ്പോസ്തലൻ അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറയുന്ന മറുപടിയാണ് നമ്മുടെ ചിന്താവിഷയം. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞത് എന്താണ്? അവരോട് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളവാസനയാകും. ഞാനും തിമോഥെയോസും തീത്തോസും ഒക്കെ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരല്ല എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് ഞങ്ങൾ പറയാം. ഞങ്ങളുടെ ഐഡന്റിറ്റിയോ ഞങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളവാസനകളാണ്. വി ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ഗോഡ്. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളവാസന ആകുന്നു. അപ്പൊ അതാണ് നമ്മുടെ ചിന്താവിഷയം. നമ്മളുടെ ആരാധന പരിശോധിച്ച് നോക്കിയാൽ യേശു ക്രിസ്തുവിന് ഒരു സുഗന്ധമുള്ളതായി നമ്മുടെ ആരാധനാ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂറോൻ കൂദാശയുടെ ഗീതങ്ങൾ പരിശോധിച്ചാൽ, പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അവിടെ 2 വരികൾ ഇങ്ങനെയാണ്: നിൻ മണമേറ്റ് ആനന്ദിപ്പാൻ അവരോടി വരും നിന്നരികിൽ. യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. നിന്റെ ശരീരത്തിൽ നിന്ന് അഭൗമമാകുന്ന ഒരു സുഗന്ധം ഉണ്ടാകുന്നുണ്ട്. ആ സുഗന്ധത്തിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം ബഹുജാതികൾ നിന്റെ പിന്നാലെ വരുന്നു. ഇത് വെറുതെ അവർ പറഞ്ഞതല്ല. പ്രാർത്ഥനകളിൽ നമ്മുടെ ആരാധനയ്ക്കെല്ലാം കൃത്യമാകുന്ന വേദപുസ്തക അടിസ്ഥാനമുണ്ട്. യേശുക്രിസ്തുവിന്റെ പിന്നാലെ ബഹുജാതികൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തലുണ്ട്. പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ചയുടെ സന്ധ്യയിൽ ഹാശ തുടക്കമാകുന്ന ദിവസത്തിൽ വായിക്കുന്ന ഏവൻഗേലിയോൻ ഭാഗം നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. അവിടെ സുവിശേഷകാരന്മാർ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഗലീലായിൽ ആരംഭിച്ച യാത്ര അവിടെ നിന്ന് വടക്കോട്ട് സഞ്ചരിച്ച് തലസ്ഥാന നഗരിയായ യെരൂശലേമിലെത്തിയപ്പോൾ അവരറിയാതെ തന്നെ അവർക്ക് കൊടുത്ത സ്വീകരണമാണ് ഊശാന പെരുന്നാളായി നാം ആചരിക്കുന്നത്, നാം ആഘോഷിക്കുന്നത്. ഗലീലായിൽ അവർ ആരംഭിച്ച യാത്ര 12 പേര് യേശു ക്രിസ്തുവുമൊത്ത് അവരിങ്ങനെ നടന്ന് അവരറിയാതെ തലസ്ഥാന നഗരിയായ യെരൂശലേമിലെത്തി. യെരൂശലേമിലെത്തിയപ്പോൾ അവർ രാജാവായ ക്രിസ്തുവിനെ ആരും പറയാതെ തന്നെ സ്വീകരിച്ചു. അതാണ് ഊശാന പെരുന്നാളിൽ കാണുന്നത്. അങ്ങനെ ജനങ്ങളെല്ലാം ക്രിസ്തുവിനെ ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും വളരെ വേദനയോട് പറഞ്ഞൊരു കാര്യമാണ് അന്നത്തെ ഏവൻഗേലിയോനിൽ കുറിക്കുന്നത്. അവർ പറയുകയാണ്, ഞങ്ങളെ കൊണ്ട് ഒന്നിനും ആവുന്നില്ലല്ലോ, കണ്ടാലും ഇതാ ലോകം മുഴുവൻ അവന്റെ പിന്നാലെ പോയി കഴിയും. നമ്മളെ കൊണ്ടൊന്നും ആവുന്നില്ലല്ലോ, കണ്ടാലും ഇതാ ലോകം മുഴുവനും അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ ഈ ആരാധനയിൽ പറയുന്നത്. നിൻ മണമേറ്റ് ആനന്ദിപ്പാൻ
അവരോടി വരും നിന്നരികിൽ. ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് അഭൗമമാകുന്ന ഒരു സുഗന്ധം പുറപ്പെടുന്നുണ്ട്. ആ സുഗന്ധത്തിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം ബഹുജാതികൾ ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന് ഒരു ഗന്ധമുണ്ടെന്ന് ഇവിടെ മാത്രമല്ല പറയുന്നത്, അത് നമ്മുടെ വിശുദ്ധ മാമോദീസ കൂദാശയിലും സമാനമാകുന്ന വിവരണമുണ്ട്. വിശുദ്ധ മൂറോൻ തൈലം കൊണ്ട് ഈ മാമോദീസ ഏൽക്കുന്ന കുഞ്ഞിനെ അഭിഷേകം ചെയ്യുമല്ലോ. അഭിഷേകം ചെയ്യുന്ന സമയത്തും അവിടെ ഉപയോഗിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? മശീഹയുടെ പരിമള വാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും പരിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവുമായ പരിശുദ്ധ മൂറോനാൽ. ആദ്യം ഉപയോഗിക്കുന്ന പദം ഇതാണ്, മശിഹായുടെ പരിമള വാസനയും. മശിഹായ്ക്ക് ഒരു പരിമളമുണ്ട്, മശിഹായ്ക്ക് വാസനയുണ്ട്. ഇത് മൂറോൻ തൈലത്തിന്റെ വാസനയാണെന്നാണ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനൊരു ഗന്ധമുണ്ട്, അത് മൂറോൻ തൈലത്തിന്റെ പരിമളമാണ്. വീണ്ടും നമ്മൾ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയിലുണ്ട്. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥന, നിന്റെ ദിവ്യജ്ഞാനമാകുന്ന സുഗന്ധം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു. നിന്റെ ദിവ്യജ്ഞാനമാകുന്ന സുഗന്ധം നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചു. ക്രിസ്തുവിന്റെ സുഗന്ധം ജ്ഞാനരൂപത്തിൽ, വിവേകത്തിന്റെ രൂപത്തിൽ, അറിവിന്റെ രൂപത്തിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും ഗംഗാ നമസ്കാരത്തിൽ നമ്മൾ പാടുന്നതാണ്, നിൻ മുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെന്നാഥ. നിന്റെ മുറിവുകളിൽ നിന്നുള്ള സൗരഭ്യം എന്താണ്? മൂറോന്റെ സൗരഭ്യമാണെന്നാണ് പറയുന്നത്. ക്രിസ്തുവിന് മാത്രമല്ല, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയ്ക്കും ഈ സുഗന്ധം ഉണ്ടെന്ന് ആരാധനയിൽ പറയുന്നുണ്ട്. വിവാഹ കൂദാശ നിങ്ങളൊക്കെ അറിയാവുന്ന പാട്ടാണ്, വസന സുഗന്ധം നീ കുസുമസമം. സഭയെ പറ്റി പറയുന്നതാണ്. സഭയെ നീ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത് നീസാനിലെ കുസുമങ്ങളുടെ സൗരഭ്യമാണ്. സഭയെ നീ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ സുഗന്ധം എന്ന് പറയുന്ന, വസ്ത്രത്തിൽ നിന്നുണ്ടാകുന്ന ഗന്ധം എന്ന് പറയുന്ന നീസാൻ. നീസാൻ എന്ന് പറഞ്ഞാൽ സുറിയാനി മാസക്കണക്കാണല്ലോ. സുറിയാനി മാസക്കണക്കിൽ നീസാൻ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം. ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ വിടരുന്ന പുഷ്പങ്ങളുടെ സുഗന്ധമാണ്. ആരുടെ സുഗന്ധം? സഭയുടെ സുഗന്ധമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന് സുഗന്ധമുണ്ട്, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയ്ക്കും സുഗന്ധമുണ്ട്. ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങളാകുന്ന നമുക്കും സുഗന്ധം ഉണ്ടാകണം. ഈ സുഗന്ധമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു പുറപ്പെടുന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സുഗന്ധവാസന നമ്മിൽ നിന്ന് പ്രസരിക്കേണ്ടത്? അത് വിശുദ്ധ കുർബാനയിൽ തുയോബോ ശുശ്രൂഷയിൽ ആദ്യത്തെ ക്രമം പൂർത്തീകരിക്കുമ്പോൾ ഹൂത്തോമോ പ്രാർത്ഥനയിൽ കൃത്യമായി എഴുതുന്നുണ്ട്, ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ വചനങ്ങളും ഞങ്ങളുടെ പ്രവർത്തികളും ആലോചനകളും എല്ലാം സൗരഭ്യവാസനയായി തീരണമേ. ഞങ്ങളുടെ വിചാരം, പ്രവൃത്തി, ആലോചനകൾ, ഇടപെടലുകൾ അതെല്ലാം എന്തായി മാറണമേ? സൗരഭ്യവാസനയായി മാറണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിനെ അനുധാനം ചെയ്യുന്നവർ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സുഗന്ധം ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടത്? എങ്ങനെയാ പകർന്നു കൊടുക്കേണ്ടത്? വിചാരങ്ങൾ വഴി, പ്രവൃത്തി വഴി, ആലോചനകൾ വഴി, ഇടപെടലുകൾ വഴി ക്രിസ്തുവിന്റെ സുഗന്ധം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമായിട്ട് ഉള്ളത്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി കാര്യങ്ങൾ ഈ ലേഖന ഭാഗത്ത് ക്രിസ്തുവിന്റെ സുഗന്ധത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം നമ്മളോട് പാഠം ഓതുന്നുണ്ട്. 3 കാര്യം മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ. ഒന്നാമതായി, ക്രിസ്തുവിന്റെ സുഗന്ധത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ ജീവിതവും ജീവനുമാകുന്ന മൺകൂടാരങ്ങളെ ജാഗ്രതയോടെ നിർമ്മലതയോടെ കാക്കുക എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിന് കൊടുത്തിരിക്കുന്ന ഒരു മെറ്റഫറാണ്, ഒരു ഉപമയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ക്രിസ്തുവിന്റെ സൗരഭ്യം ഞങ്ങളിൽ ഉള്ളത് ഏത് രീതിയിലാണ്? മൺപാത്രങ്ങളിലാണ്.
ഞങ്ങളുടെ മൺപാത്രങ്ങളിലാണ് ക്രിസ്തുവിന്റെ സൗരഭ്യം ഞങ്ങൾ വഹിക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ ആരാധനാക്രമത്തിലും കാണുന്നതാണ്. നമ്മുടെ ഈ സ്ലീബാരാധനയിൽ, പ്രത്യേകമായി സ്ലീബാരാധനയിൽ വായിക്കുന്ന സദറാ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അവിടെ കൃത്യമായി പറയുന്നുണ്ട്, ഓതം സോയിലെ മണ്ണെടുത്തു, അതിൽ ദൈവം ജീവശ്വാസം ഊതിക്കയറ്റി മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തിയിലെ സൃഷ്ടികഥ അതേപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനകളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. നമ്മുടെ ആരാധനയിൽ വീണ്ടും ഉണ്ടല്ലോ, ഭൂമിയിലെ നിന്യപൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ അർഹനാക്കി തീർക്കുകയും. അപ്പോൾ നമ്മളെ മൺകൂടാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭാരത പാരമ്പര്യത്തിലും മനുഷ്യ ശരീരത്തെ മൺകൂടാരത്തോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് ഉടഞ്ഞു പോകാവുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഉടഞ്ഞു പോകാവുന്ന ഒന്നാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പുലരുമ്പോ ജീവനോടുണ്ടെന്ന് പറയാനുള്ള ധൈര്യമാണ്? നിങ്ങൾ വിചാരിക്കില്ല അച്ഛൻ പേടിപ്പിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇവിടുന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പോ? ദാവീദ് കൃത്യമായി പറയുന്നുണ്ടല്ലോ, there is only 1 feet between me and death. ഞാനും മരണവും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത കാലെടുത്ത് വെക്കുന്നത് ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ എന്ന് നിശ്ചയമില്ലാത്തവരാണ് നാം. നമ്മുടെ ആരാധനയെ കൃത്യമായി പറയുന്നുണ്ട്, മൃതിദൂതൻ നിഴലുപോലെ കൂടെ നടക്കുന്നുവെന്നാണ് പറയുന്നത്. നമ്മുടെ ആരാധന മരണത്തിൻ ദൂതൻ പിറകെ വന്ന ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. ഇപ്പൊ ഒത്തിരി പേരൊക്കെ നിങ്ങളുടെ കൂടെ കാണും. മരണത്തിന്റെ ദൂതം വന്നപ്പോ ഒരു മനുഷ്യനും ഇല്ലെന്നാ പറയുന്നത്. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ മൃതിദൂതൻ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ആരാധനയിൽ ഉടനീളം പറയുന്ന കാര്യമാണ്. സംസ്കാര ശുശ്രൂഷയിൽ ഒത്തിരി ഇടങ്ങളിൽ സമാനമാകുന്ന ആശയങ്ങളുണ്ട്. പിന്നാലെ വന്നു ദൂതൻ വീണാനൻ മീതെ വേഗം എന്നൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ദൂതൻ ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉടഞ്ഞു പോകുന്നതാണ്, ഫ്രജയിലാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. വളരെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഭംഗിയുള്ളതാണെന്നൊക്കെ പറയും. ഓരോ ജീവിതം കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള ജീവിതമാണ്. ഭംഗി എന്ന് പറഞ്ഞാൽ അതിന് ശബ്ദധാരാവിന് ഒരർത്ഥമില്ല. നമ്മൾ ഈ കാണാൻ കമനീയമെന്നുള്ള ഒരു അർത്ഥം മാത്രമല്ല ഭംഗി എന്നുള്ളതിനുള്ളത്. വേഗത്തിൽ ഉടഞ്ഞു പോകുന്നു എന്നൊരർത്ഥം കൊടുത്തു ഭംഗി എന്ന് പറയും. വേഗത്തിൽ ഉടഞ്ഞു പോകുന്നു, അതങ്ങനെയാണ്. അതൊരു ലോക തത്വമാണ്. ഈ ലോകത്തിൽ എന്തൊക്കെയാണോ കൂടുതൽ കാമ്യമായി നമുക്ക് തോന്നുന്നത് അതെല്ലാം വേഗത്തിൽ ഉടഞ്ഞു പോകും. സ്ഥിരമായി സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. അതൊക്കെ വേഗത്തിൽ ഉടഞ്ഞു പോകുന്നതും അലിഞ്ഞു ചേരുന്നതും ഇല്ലാതെയാകുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് മൺകൂടാരങ്ങളിലാണ് ദൈവം ജീവൻ എന്ന വലിയ നിക്ഷേപം നൽകിയിരിക്കുന്നതെന്നുള്ള ബോധ്യം വേണം. അതുകൊണ്ട് ആ ജീവനെയും ജീവിതത്തെയും ജാഗ്രതയോടെ കാക്കുവാനാകണം. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ നൽകിയ ഉപദേശം എന്താണ്? സുവിശേഷം മുഴുവനും വായിച്ചിട്ടുള്ളവർക്ക് യാതൊരു സംശയം കൂടാതെ പറയാൻ പറ്റും. ക്രിസ്തു ഏറ്റവും കൂടുതൽ കൊടുത്ത ഉപദേശം ഒറ്റ കാര്യമുള്ളൂ: നിങ്ങൾ ജാഗ്രതയുള്ളവർ ആവുക. ഏത് സമയത്ത് നിങ്ങളുടെ യജമാനൻ വരുന്നു എന്ന് നിങ്ങൾക്കറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ കാലം വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? രാത്രിയുടെ 2-ാം യാമത്തിൽ 3-ാം യാമത്തിലൊക്കെ വന്നാലും നിങ്ങളെ ഉറങ്ങുന്നവരായി അവൻ കാണരുതല്ലോ. നിങ്ങൾ ഉണർവുള്ളവരായിരിക്കും, ജാഗ്രതയുള്ളവരായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തലുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം വായിച്ചു നോക്കുക. ചെറിയൊരു അധ്യായമാണ്. 6-ലധികം പ്രാവശ്യമാണ് വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ ഉണർവുള്ളവരാവുക, നിങ്ങൾ ജാഗ്രതയുള്ളവർ ആവുക. കേൾക്കുന്ന പ്രിയമുള്ളവരെ, മൺകൂടാരങ്ങളിൽ ദൈവം ജീവനും ജീവിതവും നൽകിയിരിക്കുകയാണ്. പ്രവർത്തികൾ വഴിയായി, ചിന്തകൾ വഴിയായി, ആലോചനകൾ വഴിയായി ക്രിസ്തുവിന്റെ സുഗന്ധം ബഹുജാതികൾക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ക്രിസ്തുവിന്റെ സുഗന്ധം ഉടഞ്ഞു പോകുന്നതാണ് ഈ ജീവിതം എന്നുള്ള ചിന്തയിൽ അത് താമസം വിനാ നിർവഹിപ്പാൻ തക്കവണ്ണം നല്ല പ്രവർത്തികളാകുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമായിട്ട് ഉള്ളത്. നമ്മുടെ ഹൂത്തോമോയില് 2 വരി ഇങ്ങനെയുണ്ട്: സുഹൃതികളാക്കുക ഞങ്ങളെ വികൃതി അകറ്റി. എത്ര സുന്ദരമായി CP ചാണ്ടി സാർ പരിഭാഷപ്പെടുത്തിയതാണ്.
സുഹൃതികളാക്കി തീർക്കുക, ഞങ്ങളെ വികൃതി അകറ്റി. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഒഴിവാക്കി ജീവിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. ഈ ലോകത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കൂടെ വലിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ലോകമാണ്. നമ്മൾ സന്ധ്യാനമസ്കാരത്തിലൊക്കെ എപ്പോഴും പാടുന്നതാണല്ലോ, ധാർമ്മികരെ പോലും വീഴിക്കാൻ വഴി നോക്കുന്നു എന്നല്ലേ സന്ധ്യാനമസ്കാരത്തിൽ പാടുന്നത്. ധാർമ്മികരെ പോലും വീഴിക്കാൻ വഴി നോക്കുന്നു. നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കൂടെ വലിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ലോകമാണിത്. ഇത് യേശുക്രിസ്തുവിന് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് മഹാപുരോഹിത പ്രാർത്ഥന, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, കണ്ണു നിറഞ്ഞ സത്യത്തിൽ ആ പ്രാർത്ഥന വായിക്കാൻ പറ്റുകയുള്ളൂ. യേശു 12 ശിഷ്യന്മാരെയൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നു. എന്നിട്ട് അവരെ ഈ ലോകത്തിൽ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണല്ലേ യേശുക്രിസ്തുവോട് പറയുന്ന 2 വരികളുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചു വായിച്ചാൽ കാണുവാൻ സാധിക്കും. ക്രിസ്തു പറയുകയാണ്, പിതാവേ, എന്റെ ശിഷ്യന്മാരെല്ലാവരും ലോകത്തിലാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അല്ലേ? അവരെ അവരെ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോക സഹജമായ സകല പാപവാസനകളും നമ്മുടെ ജീവിതങ്ങളിൽ വരും നിശ്ചയമാണ്. പക്ഷേ ദുഷ്ടന്റെ പിടികളിൽ അകപ്പെട്ട് ഈ മൺകൂടാരത്തെ തകർത്തു കളയാതെ, ഈ മൺകൂടാരത്തെ താളടിയാക്കാതെ ക്രിസ്തുവിന്റെ സൗരഭ്യം ബഹുജാതികൾക്ക് പകർന്നു കൊടുക്കുവാൻ വാക്കും പ്രവൃത്തിയും ഇടപെടലുകളും ആലോചനകളും ഒക്കെ വിശുദ്ധമാകേണ്ടത് ഏറെ അനിവാര്യമാണ്. അവയവങ്ങൾ വഴിയായിട്ടാണ് ആദ്യ മാതാപിതാക്കൾക്ക് പാപം വന്നു കയറിയത് മുഴുവനും. നിങ്ങൾക്കറിവുള്ളതാണ്. ആദാമും ഹവ്വായും അവയവങ്ങൾ വഴി പാപങ്ങൾ വന്നു കയറിയവരാണ്. ഹവ്വായിക്ക് സംഭവിച്ച അബദ്ധം അറിയാമല്ലോ. ആ ഫലം കാണുവാൻ കമനീയമെന്നവൾ കണ്ടു, കണ്ണ് ചതിച്ചു. അത് തിന്മാൻ മോഹനീയമായി തോന്നി, അധരം ചതിച്ചു. അത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകുമെന്നുള്ള ശബ്ദം കേൾക്കാൻ അവൾ അവളുടെ ചെവി ചായച്ചു കൊടുത്തു, ചെവി ചതിച്ചു. അതുകൊണ്ടാണ് കന്യാമറിയാം അമ്മയെ 2-ാം ഹവ്വ എന്ന് വിളിക്കുന്നത്. കന്യാമറിയാം ആദ്യത്തെ ഹവ്വ ചെയ്തത് എന്താണ്? പിശാചിന്റെ വചനം കേട്ടു. സർപ്പരൂപത്തിൽ വന്ന പിശാചിന്റെ വചനം ചെവി കൊണ്ട് കേട്ട് കൊലപാതകിയായ കയീനെ പ്രസവിച്ചു. അതാണ് ആദ്യത്തെ ഹവ്വ ചെയ്തത്. 2-ാമത്തെ ഹവ്വായാകുന്ന കന്യകമറിയാം, 2-ാം ഹവ്വ എന്നാണല്ലോ കന്യകമറിയാമിനെ ആരാധനാക്രമത്തിൽ വിശേഷിപ്പിക്കുന്നത്. 2-ാമത്തെ ഹവ്വായാകുന്ന കന്യകമറിയാം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഗബ്രിയേൽ വഴിയായി കൊടുത്ത വചനം ചെവി കൊണ്ട് കേട്ട് ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് കാരണമായ ക്രിസ്തുവിനെ പ്രസവിച്ചു. നമ്മുടെ ആരാധനയിലുണ്ട്, കാതതിലൂടുൾ പോകി ബാലിക തന്നിൽ വചനം വാണു. കാതിൽ കൂടെ അവള് കേട്ടു. ആ കേട്ട വചനം ഉദരത്തിൽ ക്രിസ്തുവായി പരിണമിക്കപ്പെട്ടു. ക്രിസ്തുവിനെ, ലോകത്തിന് രക്ഷയ്ക്ക് കാരണമായ ക്രിസ്തുവിനെ അവൾ ലോകത്തിന് പ്രദാനം ചെയ്തു. ഇപ്പോൾ അവയവങ്ങൾ വഴി പാപം കടന്നു വരാം. ചെവി വഴിയായി ഹവ്വ കേട്ടു. പിന്നെ ആ വൃക്ഷത്തിന്റെ അരികിലേക്ക് കാൽ നീട്ടി വെച്ച് നടന്നു. വൃക്ഷഫലം കൈകൊണ്ട് പറിച്ചെടുത്ത് കഴിച്ചു. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമായി നമ്മെ പാപത്തിലേക്ക് വഴി നടത്തുന്ന സങ്കേതങ്ങളാണ്. കണ്ണും കേൾവിയും അധരവും കൈയും കാലും എല്ലാം ബലഹീന അവയവങ്ങളാണെന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ മൺകൂടാരത്തിലെ ബലഹീന അവയവങ്ങളെ ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യം പരത്തുന്ന അവയവങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വം. ജാഗ്രതയിൽ കുറവ് വരുവാൻ ഇടയാകാതിരിക്കട്ടെ. 2-മതായി പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ സൗരഭ്യം നമ്മിൽ നിറയുവാൻ തക്കവണ്ണം ഉപദേശിക്കുന്നത് 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലാണ്. 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താണ്? ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ച നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ സൗരഭ്യത്തിൽ ജീവിതത്തിൽ പകർന്നു കൊടുത്തത് വിശ്വാസത്തിന്റെ രൂഢത കൊണ്ടാണ്.
എത്ര ധൈര്യത്തോടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. രണ്ട് കാര്യങ്ങളാണല്ലോ അവിടെ പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയാം, ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞങ്ങളും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കും. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സത്യത്തിൽ സഭാവിശ്വാസത്തിന്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഒന്ന്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. യേശു പുനരുത്ഥാനം ചെയ്തു എന്നുള്ളതാണ് സഭാവിശ്വാസത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം, കർത്താവ് വീണ്ടും വരും. പുനരാഗമനം, പുനരാഗമനവുമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പുനരുദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം ക്രിസ്തീയ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ക്രിസ്തു വീണ്ടും പുനരാഗമനം നടത്തും. വീണ്ടും അവൻ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം വരും. നമുക്കറിവുള്ളതുപോലെ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞ 99.9% കാര്യങ്ങളും നിറവേറിയിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ നിറവേറാൻ തക്കുന്നത്. എന്താണ്? കർത്താവിന്റെ പുനരാഗമനമാണ്. ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞത്. നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷ അതാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു, നാഥാ നിൻ പ്രതിയോർത്തുങ്ങൾ നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ ആഘോഷിക്കുന്നു, കാക്കുന്നു നിൻ പുനരാഗമനം, നിന്റെ രണ്ടാം വരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ആചാര്യന്മാരുടെ കുക്കിരിയും ചൊല്ലുമ്പോഴും നിന്റെ ആഗമന മഹാനാളിൽ ഓർത്ത് മുഖപ്രഭയേകണമേ. നീ രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. നിന്റെ ആഗമന മഹാനാളിൽ ഓർക്കണമേ, ഞങ്ങളെ ഓർക്കണമേ. കാര്യം മറക്കുമെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, ക്രിസ്തു പറയുന്നുണ്ട്, അന്നാളിൽ പലരും വന്നതെന്ന് പറയും, നീ ഞങ്ങളെ തെരുവീഥികളിൽ ഉപദേശിച്ചിട്ടില്ലേ, ഞങ്ങളോടുകൂടെ തിന്നിട്ടില്ലേ, കുടിച്ചിട്ടില്ലേ, ഇങ്ങനെ പലതും പറയുമ്പോൾ ക്രിസ്തു എന്ത് പറയുമെന്നാ പറഞ്ഞേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ എഴുതി വെച്ചത്, നിന്നാഗമന മഹാനാളിൽ ഓർക്കണം. നീ ഞങ്ങളെ അറിയത്തില്ലെന്ന് പറയരുത്, ഓർക്കണം. അത് മാത്രമല്ല മുഖപ്രഭയേകുകയും ചെയ്യണം. നിന്റെ ആഗമനം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ക്രൈസ്തവ ജീവിതത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുഗന്ധത്തെ പരത്തുവാൻ തക്കവണ്ണം നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, രൂഢമൂലമായ വിശ്വാസം ക്രിസ്തുവിൽ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. യേശുക്രിസ്തു ഏറെ കലഹിച്ചത് ആരോടാണ്? അത് ഭക്തരെന്ന് അഭിമാനിച്ച് നടന്ന ആളുകളോടാണ്. സുവിശേഷം സാക്ഷിക്കുന്ന വലിയ സത്യമാണല്ലോ. മതാത്മകതയോടാണ് ക്രിസ്തു ഏറെ കലഹിച്ചത്. സാധാരണക്കാരായ കപടവിശ്വാസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധാരണക്കാരായ ആളുകളെ ക്രിസ്തു ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത്. അല്ലേ? അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കടൽക്കരയിൽ, അത്തിമരത്തിന്റെ ചുവട്ടിൽ, ചുങ്കസ്ഥലത്ത്, തെരുവീഥികളിൽ, ജനങ്ങൾ മിനക്കെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ, വഞ്ചിയുടെ അമരത്ത്, ഇവിടൊക്കെ യേശുക്രിസ്തു ഇരുന്ന് എത്ര നേരമാണ് ഈ സാധാരണ ജനങ്ങളോട്, ഭക്തി ജീവിതം ഉണ്ടെന്നൊന്നും അവകാശിക്കാത്ത സാധാരണ ജനങ്ങളോട് സംസാരിച്ചത്. എത്ര നേരം സംസാരിച്ചു എന്നാലോചിച്ച് നോക്കി. അവരൊക്കെ ഗോതമ്പ് പാടം, തോട്ടങ്ങളിലൊക്കെ നട്ടല് പൊട്ടി പണിയെടുത്ത് പാതിരാവാകുമ്പോ വീടണയാൻ തക്കവണ്ണം വരുമ്പോ അവരുടെ സങ്കടം കേൾക്കാൻ തക്കവണ്ണം ഒരാൾ അവിടെ ഇരിക്കുകയാണ്, അവരോട് സംസാരിക്കാൻ തക്കവണ്ണം. സത്യത്തിൽ ബന്ധങ്ങളുടെ ആഴം ഉണ്ടാകുന്നത് ഇങ്ങനെ കേൾക്കാൻ കുറച്ച് സമയം കൊടുക്കുമ്പോഴാട്ടോ. കേൾക്കാൻ കുറച്ച് സമയം കൊടുക്കുക. അത് വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പനും അമ്മയും ചിലപ്പോൾ 10 പ്രാവശ്യം ആവർത്തിച്ച് പറയുമായിരിക്കും ഒരു കാര്യം തന്നെ. അത് ക്ഷമയോടെ കേൾക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ഒരേ കാര്യം തന്നെ ആയിരിക്കും അവർക്ക് പറയാനുള്ളത്. കേൾക്കാൻ സമയമുണ്ടാകും. നമ്മുടെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ പറയാണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. കേൾക്കാൻ സമയമുണ്ടാവുക, ചെവി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടെ പറയാം, പേടിപ്പിക്കാൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. നിങ്ങളിപ്പോ നിങ്ങളുടെ ഈ ദിവസങ്ങളുടെ സന്ധ്യയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ സമയം കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സമയം കാണും. രാവിലെ സ്കൂളിൽ പോയത് മുതൽ വൈകിട്ട് തിരിച്ചു വന്ന സമയം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പറയാൻ കാണും. അത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ സായന്തനങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സന്ധ്യകളിൽ, നിങ്ങളെ അവര് നിർദാക്ഷിണ്യം തള്ളിക്കളയും. നിങ്ങളെ അവര് കേൾക്കുക. ഒരു സംശയം. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ദിവസങ്ങളുടെ സന്ധ്യയിൽ, ഓരോ ദിവസത്തിന്റെ സന്ധ്യയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ ഒരു 5 മിനിറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സന്ധ്യയിൽ, നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്ന നാളുകളിൽ
നിങ്ങൾ കിടന്ന് നിലവിളിച്ചാലും കരഞ്ഞു പറഞ്ഞാലും അവര് നിഷ്കരണം ഉപേക്ഷിച്ചിട്ട് പോകും. യാതൊരു സംശയവും. അതുകൊണ്ട് കേൾക്കാൻ സമയം കൊടുത്തുകൊണ്ടാണ് ക്രിസ്തു ലോകത്തെ നേടിയതെന്ന് എപ്പോഴും ഓർത്തോണം. അത്ഭുതം കണ്ട് കൂടെ കൂടിയവരൊക്കെ കുറച്ചുപേരേ ഉള്ളൂ. ക്രിസ്തുവിനോട് കൂടെ കൂടിയ ആളുകൾ മുഴുവനും അവന്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ നിമിത്തവും അതിനോടൊപ്പം അവരെ കേട്ട വിശാല ഹൃദയവും നിമിത്തവും അവനോട് കൂടെ ചേർന്ന് നടന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് അതിലേക്കുള്ള രൂപാന്തരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നിർഭാഗ്യവശാൽ ഭക്തരെന്ന് അഭിമാനിച്ചാൽ ആരെയും ക്രിസ്തു ചേർത്ത് നിർത്തിയില്ല. അവരെ എന്നെ ഉഗ്ര ഭാഷയിലാണ് വിമർശിച്ചത്. പരീശന്മാരും സാധുക്കളും ഒക്കെ ചെറിയ ആളുകളായിരുന്നു. ന്യായപ്രമാണം ഭംഗിയായിട്ട് അറിയാം. യേശുക്രിസ്തുവിന് ദൈവരാജ്യം അവിടെ സാധ്യമാക്കണമെങ്കിൽ അവരെയൊക്കെ വിളിച്ചാൽ മതി ശിഷ്യന്മാരാവാൻ. ന്യായപ്രമാണം അറിയാൻ എന്തുമാത്രം മനുഷ്യരോടുണ്ടായിരുന്നു. തലയ്ക്ക് മുകളിൽ ഈ നെറ്റിയുടെ മുമ്പിൽ ന്യായപ്രമാണം കെട്ടിക്കൊണ്ട് നടന്ന ആളുകളുണ്ട്. വലിയ അവരുടെ സുനഗോഗുകളിൽ പഠിപ്പിച്ച പ്രഗത്ഭരായ വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. അവരെ ആരെയും ക്രിസ്തു തെരഞ്ഞെടുത്തില്ല. അവരോടെല്ലാം കലഹിക്കുകയാണ് ഉണ്ടായത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കേവലം മതത്തിന്റെ നിയമങ്ങളിലല്ല ക്രിസ്തു അതല്ല ഇവിടെ സ്ഥാപിതമാക്കുവാൻ കോണം ആഗ്രഹിച്ചത്. മതനിയമങ്ങളല്ല, ഹൃദയം കൊണ്ടുള്ള അടുപ്പവും ഹൃദയം കൊണ്ടുള്ള സ്നേഹവും ദൈവത്തോട് ഉണ്ടാക്കുവാൻ കോണമാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. അത്രയും. കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ്, എപ്പോഴും സമീപസ്ഥനാണ്. കർത്താവിന്റെ ജനനത്തിൽ ഇതുകൊണ്ടാണല്ലോ ആട്ടിടയന്മാർക്ക് അവനെ കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത്. അക്സസിബിൾ ആണ് സമൂഹത്തിലെ ഏറ്റവും ദരിദ്രർക്ക് വരെ. കർത്താവിന്റെ ജീവിതം മുഴുവൻ നോക്കിക്കോ. കർത്താവ് ജനിക്കുന്നത് ഏതെങ്കിലും കൊട്ടാരത്തിനുള്ളിലായിരുന്നെങ്കിൽ പാസ് എടുത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. ഇവർക്കാർക്കെങ്കിലും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അവർക്കാർക്കും പോകാൻ പറ്റുകയില്ല. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ഈ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എങ്കിലും ആൾക്കാരെ ക്രമീകരിച്ചിട്ട് സാധാരണക്കാരെ അകറ്റിട്ടായിരുന്നില്ല. അവർക്കെല്ലാം ചേർന്ന് വരാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് വ്യഭിചാരബന്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് വരെ യേശുവിന്റെ അടുത്ത് വരാൻ പറ്റിയത്. കാര്യം അവരോട് കൂടെയാണ് അവൻ നടന്നത്. ഇനി യേശുവിനെ കുരിശിക്കുന്ന സ്ഥലം നോക്കിയാലും എവിടെയാണ്? യേശുവിനെ കുരിശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഒരു വലിയ മലയുടെ മുകളിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത അവിടെയും ഉണ്ട്. ക്രിസ്തു എപ്പോഴും സമീപസ്ഥനാണ്, അരികിലാണ്. അനുദിനം ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമവും പ്രധാനവുമായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സങ്കീർത്തനത്തിൽ ഒരു ചെറിയ വാക്കുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, ഞാൻ പാതാളത്തിൽ ഇറങ്ങിയാൽ നീ അവിടെ. ഞാൻ ഉഷസിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും എന്റെ കൈ എന്നെ നടത്തും, അല്ലേ? എന്റെ വലം കൈ എന്നെ പിടിക്കും, ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ എന്ന് പറഞ്ഞിങ്ങനെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലും ഒരു പരാമർശമായിട്ടുണ്ട്. ഗോത്രപിതാവായ യാക്കോബിന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും, നീ എവിടെയൊക്കെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇതൊക്കെ വലിയൊരു ആശ്വാസമുള്ള വചനമാണ്. എവിടെ നോക്കിയാലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ തികവുള്ളവരായി നിറവുള്ളവരായി മാറുക എന്നത് മാത്രമാണ് നമ്മുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വം. മറന്നു പോകരുത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. ആ ക്രിസ്തുവിലെ വിശ്വാസം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാം പറയുന്നു, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ക്രിസ്തുവിന്റെ പുനരാഗമനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയാം. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്. കർത്താവ് വീണ്ടും ന്യായം വിധിക്കുവാൻ തക്കവണ്ണം കടന്നു വരും. ഇത് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു, ധൈര്യപൂർവ്വം പറയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ സുഗന്ധം നമ്മിൽ വന്ന് നിറയുവാൻ രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായി ക്രിസ്തുവിന്റെ സുഗന്ധം വന്ന് നിറയുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്ന ഉപദേശം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഞങ്ങൾ പറയുന്നത് എന്താണ്? ദൈവത്തോട് നിരന്നുകൊള്ളുക.
ദൈവത്തോട് നിരക്കുവാൻ സാധിക്കുന്നവർക്കൊക്കെ ക്രിസ്തുവിന്റെ പരിമളം ഉണ്ടാകും. ദൈവത്തോട് നിരക്കുന്നത് എങ്ങനെയാണ്? ഇത് സത്യ അനുതാപം വഴിയാണ്. സത്യ അനുതാപം വഴിയാണ് ദൈവത്തോട് നിരക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിമളം നമ്മിൽ നിറയുവാൻ, പകരപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഉണ്ടാകേണ്ടത് സത്യ അനുതാപമാണ്. സത്യ അനുതാപം നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ പാപമാണ് ദൈവഗന്ധം നഷ്ടപ്പെടുത്തുന്നതെന്ന് കൃത്യമായി ഏദൻ തോട്ടത്തെ പറ്റിയുള്ള വ്യാഖ്യാനത്തിൽ പിതാക്കന്മാർ പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഏദൻ തോട്ടം ആരാ പേര്? ദൈവമാണോ പേരിട്ടത്? ആദാമാണോ പേരിട്ടത്? ആദാമാണ് പേരിട്ടത്. ഇവയ്ക്കെല്ലാം ആദാമാണ് ഇവയ്ക്കെല്ലാം പേരിട്ടത്. സുറിയാനി പിതാക്കന്മാർക്ക് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ആദാമിന്റെ അരികിൽ പേരിട്ട് കിട്ടാൻ തക്കവണ്ണം സകല ജീവജാലങ്ങൾ ഇങ്ങനെ മുട്ടി വരുമെങ്കിലും അതിൽ കടിക്കുന്ന ജീവജാലങ്ങളുണ്ട്, മാന്തുന്നവയുണ്ട്, വിഴുങ്ങുന്നവയുണ്ട്, ഇങ്ങനെ പല സ്വഭാവമുള്ള ജീവജാലങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അവയൊന്നും ആരും ഉപദ്രവിച്ചില്ല, ആദാമിനെ ഉപദ്രവിച്ചില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു കാണുമല്ലോ, ഒരു മനുഷ്യൻ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോ ഒരു നായ വന്നിങ്ങനെ മുഖത്ത് കടിച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതും ആ മനുഷ്യൻ ആ നായയെ കീഴ്പ്പെടുത്തുന്നതൊക്കെ നിങ്ങൾ വീഡിയോ വഴി കണ്ടു കാണുമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ ദിവസം ഒത്തിരി പേർ ഷെയർ ചെയ്തു പോയ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഈ മൃഗങ്ങൾക്ക് വൈരവിരാഗബുദ്ധി മനുഷ്യരോട് തോന്നിയതിനെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ ഭാഷ്യം, ആദാം ആദ്യം ഈ മൃഗങ്ങളുടെ അരികിൽ നിന്നപ്പോൾ മൃഗങ്ങൾ ആദാമിനെ ഉപദ്രവിച്ചില്ല. കാരണം അന്ന് ആദാമിൽ നിന്നുണ്ടായിരുന്നത് ദൈവത്തിന്റെ ഗന്ധമാണ്. ദൈവത്തിന്റെ ഗന്ധമാണ് ആദാമിൽ നിന്നുണ്ടായിരുന്നത്. ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഗന്ധമാണ് ആദാമിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ ഈ ഗന്ധം നഷ്ടമായി പോയി. മൃഗങ്ങൾക്ക് ആദാമിന് മൃഗങ്ങളോടും വൈരനിരാധന ബുദ്ധി തുടങ്ങുവാൻ തക്കവണ്ണം ആരംഭിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. പരസ്പരം പോരടിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ഇപ്പോൾ പാപം നമുക്ക് സ്വതസിദ്ധമായുള്ള ദൈവഗന്ധം നഷ്ടപ്പെടുത്തും. പിന്നെ എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ട ഗന്ധം തിരികെ പിടിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അതിന് അനുതാപമാണ് പോംവഴി. അനുതപിക്കുക എന്നുള്ളത് മാത്രമാണ്. ഉദാഹരണം ഒത്തിരി ഉണ്ടല്ലോ. ക്രിസ്തുവിന്റെ വലതു ഭാഗത്തായി കുരിശിക്കപ്പെട്ട കള്ളൻ, ആരാധനാക്രമം പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് തീത്തോസ് എന്നാണ് കേട്ടോ. കള്ളൻ തീത്തോസ്. ആ കള്ളൻ തീത്തോസ് അനുതപിക്കുക വഴിയായി എവിടെ ചെന്നു? സ്വർഗരാജ്യത്തിൽ ചെന്നു എന്നാണ് നാം. പറുദീസായിലേക്ക് അവൻ പ്രവേശിക്കുന്നു. ഈ പറുദീസായിലേക്ക് പ്രവേശിക്കുന്നത് സംബന്ധിച്ച് നമ്മുടെ ആരും പറയുന്നുണ്ട്. ദുഃഖവെള്ളിയിൽ ശ്ലീബാവന്ദനത്തിന്റെ ക്രമം പരിശോധിച്ചാൽ അവിടെ ഈ കള്ളൻ തീത്തോസ് അവിടെ ചെല്ലുമ്പോ ആദാമിനെയും ഹവ്വായെയും പടിയപ്പെട്ടതിന് ശേഷം അവിടെ വാളേന്തൊരു കെരൂബിനെ രൂപേമാലാഖയെ കാവൽ നിർത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ? പറുദീസായിൽ നിന്ന് ആദാമും ഹവ്വായും ഇറങ്ങിപ്പോയി അവിടെ ഒരു മാലാഖയെ വാളും കൊണ്ട് കാവൽ നിർത്തി, ഒരു മനുഷ്യനെ അകത്ത് കയറ്റെന്ന് പറഞ്ഞു. അപ്പൊ ഈ കള്ളൻ തീത്തോസ് അനുദപിച്ചപ്പോ ഇവിടെ നിന്ന് എവിടെ പോയി? പറുദീസായുടെ വാതിലിൽ കള്ളൻ തീത്തോസ് ചെല്ലുന്നുണ്ട്. ചെല്ലുന്ന സമയത്ത് ദൈവം ചോദിക്കുന്നതാകുന്ന ഒരു ചോദ്യം നമ്മുടെ ശ്ലീബാവന്ദനത്തിന്റെ സമയത്ത് ധ്യാനഗീതമായി നാം പാടുന്നുണ്ട്. തോട്ടം വിട്ടു പിന്നിവിടാരും വന്നില്ല. കള്ളൻ തീത്തോസിനോട് പറയുന്നതാണ്, നിങ്ങളുടെ പിതാവായ ആദാമുണ്ടല്ലോ, ആദ്യ മനുഷ്യൻ, ആദാം ഈ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പാപം ചെയ്യുക വഴിയായി, ദൈവഗന്ധം നഷ്ടപ്പെട്ടു വഴിയായി. പിന്നിവിടെ ആരും വന്നിട്ടില്ല. പിന്നെ ആദ്യം വരുന്ന ആരാന്നാ പറഞ്ഞേ? കള്ളൻ തീത്തോസ്. കള്ളൻ തീത്തോസ് എങ്ങനെയാ പറുദീസായിൽ ചെന്നത്? ഒറ്റ കാര്യമേ, സത്യ അനുതാപമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ രാത്രി നമുക്ക് ആശ്വാസത്തിനുള്ള വചനം ഇതാണ്. തിരിച്ചു വരുവാൻ സാധ്യമാകാത്ത വിധത്തിൽ ആരും ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരത്തേക്കൊന്നും പടിയിറങ്ങി പോയിട്ടില്ല. തിരികെ വരുവാൻ സാധ്യമാകാത്ത വിധത്തിൽ ആരും വലിയ ഗർത്തങ്ങളിലേക്ക്, അത്ര വലിയ ഗർത്തങ്ങളിലേക്ക് വീണു പോയിട്ടില്ല. തിരികെ വരുവാനും എഴുന്നേൽക്കുവാനും സാധ്യമാകുന്ന പരിതസ്ഥിതിയിലൊക്കെ തന്നെയാണ് നാം നിൽക്കുന്നത്. എഴുന്നേൽക്കുവാനും തിരികെ വരുവാനും ഇതൊക്കെ നമുക്കാകണം. അതിനുള്ള മുഖാന്തരമാണ്
സത്യ അനുതാപം എന്നുള്ളത്. സത്യ അനുതാപം വഴിയായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം നമുക്കാകണം. സത്യാനുതാപത്തിന്റെ അടയാളം പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് കണ്ണുനീരാണ്. ചെയ്ത അധർമ്മങ്ങളെ ഓർത്ത്, പറഞ്ഞു പോയവയെ ഓർത്ത്, ചിന്തിച്ചു പോയവയെ ഓർത്ത്, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സകല പിഴകളും ഓർത്ത് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കണ്ണുനീർ വാർക്കുവാനാവുക എന്നുള്ളത് പ്രധാനമാണ്. വിശുദ്ധനായ ബസേലിയോസ് പിതാവ് ഈ ജനുവരി മാസം ആദ്യം ബസേലിയോസ് പിതാവിന്റെ ഓർമ്മ നാം ആചരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബസേലിയോസ് പിതാവ് പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനിക്ക് 2 മാമോദീസയുണ്ട്. ഒന്നാമത്തെ മാമോദീസ എന്ന് പറയുന്നത് വെള്ളത്താലുള്ള മാമോദീസയാണ്. അത് നമ്മളെല്ലാം പ്രാപിച്ചതാണ്. വെള്ളത്താൽ കഴുകപ്പെട്ടു. ഇന്ന് പ്രത്യേകിച്ച് കർത്താവിന്റെ വിശുദ്ധമാകുന്ന മാമോദീസായുടെ സ്മരണയിൽ ധനഹാ പെരുന്നാൾ ആചരിച്ച ദിവസം കൂടി ആണല്ലോ. വെള്ളത്താൽ കഴുകപ്പെട്ടു. ശരീരാത്മദേഹികളുടെ ശുദ്ധിക്കായി വെള്ളത്താൽ കഴുകപ്പെടുന്നുണ്ട്. അടുത്തതായി ഒരു മാമോദീസ വിശുദ്ധ ബസേലിയോസ് പിതാവ് പറയുന്നത് ബാപ്റ്റിസം വിത്ത് ടീയേഴ്സ്, കണ്ണുനീര് കൊണ്ടുള്ള മാമോദീസ. ഇത് രണ്ടും ഇല്ലാതെയായി പോകരുത്. സ്വർഗരാജ്യ പ്രവേശനത്തിന് ഇത് രണ്ടും വേണം. ഒന്ന് വെള്ളത്താൽ കഴുകപ്പെടണം, അത് മാമോദീസായിൽ കൂടെ നമുക്ക് കിട്ടി. ഇനി ആ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ണുനീര് വഴിയായി സ്വയമായി കഴുകപ്പെടുവാൻ നമുക്കിടയാകും. സത്യ അനുതാപം ഉണ്ടാകണം. അനുദപിക്കുന്ന എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ദൈവത്തെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത്. വിശുദ്ധ അബ്രഹാം പിതാവ് ഏദൻ തോട്ടത്തെ പറ്റി എഴുതുമ്പോൾ പറയാറുണ്ട്, അദ്ദേഹം പറയുകയാണ്, ആദാമും ഹവ്വായും പാപം ചെയ്തു, അവരെ തോട്ടത്തിന്റെ പുറത്തേക്കാക്കി. അവര് നഗ്നത മറയ്ക്കാൻ തക്കുന്ന അത്തിയില കൊണ്ടൊക്കെ ഇങ്ങനെ അരയാട ഉണ്ടാക്കി വെച്ചു. പക്ഷെ പകലുണ്ടാക്കിയ അത്തിയുടെ അരയാട സന്ധ്യയായപ്പോ എന്തു പറ്റു? വാടിപ്പോയി. അവരുണ്ടാക്കിയ അത്തിയുടെ ഉടയാട സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. പകലുണ്ടാക്കിയത് സന്ധ്യയായപ്പോൾ വാടിപ്പോയി. അവർക്ക് വീണ്ടും നഗ്നത തോന്നുന്നു. അവര് പറുദീസയുടെ പടിവാതിൽ നിന്ന് തലതല്ലി കരയുകയാണ്. അപ്പുറം പിതാവ് പറയുന്നത്, ഉടനെ ദൈവം സ്നേഹമയിയായ അമ്മയെ പോലെ അവർ അടുത്ത് ചെന്ന് അവരെ ഉടുപ്പിച്ചു എന്നാ പറയുന്നത്. അവർ അടുത്ത് ചെന്ന് അവരെ ഉടുപ്പിച്ചു. എത്ര പിഴകൾ ചെയ്താലും ഞാൻ പറഞ്ഞല്ലോ, തിരികെ വരുവാൻ സാധ്യമാകാത്ത വിധത്തിൽ ആരും പടിയിറങ്ങിപ്പോയിട്ടില്ല. കാരണം ദൈവം ആദമിനെയും ഹവ്വയെയും ഉടുപ്പിച്ചു എന്നുള്ളതാണ് സുറിയാനി പിതാക്കന്മാരുടെ വ്യാഖ്യാനം. അത് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രകൃതത്തിന് വീണ്ടും ഒരു മഹത്വവസ്ത്രം അവൻ തരുമെന്നുള്ളതും നമ്മുടെ ആരാധനാ ക്രമത്തിലുണ്ട്. അസ്താൽ തെശുഹോ എന്നുള്ള വാക്കാണ് മഹത്വത്തിന്റെ നിലയെങ്കിൽ അവൻ നമ്മെയും അന്ത്യന്യായവിധിയുടെ നാളിൽ ധരിപ്പിക്കും. യാതൊരു സംശയവും അതിൽ വേണ്ട. രണ്ടാമതൊരു ഉദാഹരണം കൂടിയുണ്ട്. കയീൻ സഹോദരനെ കൊന്നു. നിഷ്കളങ്ക രക്തത്തെ ഈ ഭൂമിയിൽ അവൻ ചിതറിച്ചു. അവൻ കരയുകയാണ്, ഇനി എന്നെ ഏതെങ്കിലും മനുഷ്യര് കണ്ട അവര് കൊന്നുകളയും, ഞാൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കയ്യും കരയുന്നുണ്ടല്ലോ. ഉടനെ ദൈവം അവന്റെ കണ്ണുനീര് കണ്ടിട്ട് എന്താ ചെയ്തേ? അടുത്തേക്ക് എന്നിട്ട് അവനൊരു അടയാളം കൊടുത്തു അല്ലേ? ഇതിന് അടയാളം കൊടുത്തിട്ട് എന്താ പറഞ്ഞു? ഇനിമേൽ നിന്നെ ആരും തൊടുകയില്ല. ഇനിമേൽ നിന്നെ ആരും തൊടുകയില്ല. ഇത് നമുക്ക് വലിയ ആശ്വാസമാണ്. എപ്പോഴും ചിന്തിച്ചോണം, ജീവിതത്തിലെ ബലഹീനതയും കുറവും ഒക്കെ വന്ന് വീണുപോയാലും സത്യ അനുതാപിക്ക് എഴുന്നേൽക്കാൻ പറ്റും. അതുകൊണ്ട് ആ നീതിമാൻ വീണാലും നിലംബരിയാകില്ല എന്നൊരു വാക്യമുണ്ട് അല്ലേ? നിലംബരിയാകില്ല. എന്തുകൊണ്ടാണെന്നറിയാം? നീതിമാന് വീഴ്ചയിൽ എഴുന്നേൽക്കാൻ്റെ കൊണ്ടുള്ള ആയുധമാണ്, ഊന്നുവടിയാണ് എന്ത്? സത്യ അനുതാപം. സത്യ അനുതാപം വഴിയായി ക്രിസ്തുവിന്റെ സുഗന്ധം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്. നാം ഈ രാത്രികാലം ചിന്തിച്ചത് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ ഐഡന്റിറ്റിയെ പറ്റി ചോദ്യം ഉണ്ടായപ്പോൾ അവരോട് പറഞ്ഞൊരു വാക്യമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ സഭക്കാരോട് പറഞ്ഞു, ഞങ്ങൾ ആരെന്ന് നിങ്ങൾ സംശയം ഉന്നയിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ പറ്റി പറയാനുള്ള സാക്ഷ്യം എന്താണ്? വി ആർ ദ ആരോമ ഓഫ് ക്രൈസ്റ്റ് ടു ഗോഡ്. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. ഇന്ന് വീട്ടിൽ പോകുമ്പോൾ വെറുതെ നമ്മളോട് തന്നെ ചോദിക്കുക, ഡു ഐ ഹാവ് ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്? എനിക്ക് ക്രിസ്തുവിന്റെ ഗന്ധമുണ്ടോ? ക്രിസ്തുവിന്റെ ഗന്ധം എങ്ങനെ ഉണ്ടാകുമെന്ന് ആരാധന പറഞ്ഞത് വാക്കിൽ കൂടെ ഉണ്ടാകും, പ്രവൃത്തിയിൽ കൂടെ ഉണ്ടാകണം, ഇടപെടലുകളിൽ കൂടി ഉണ്ടാകണം, ആലോചനകളിൽ കൂടി ഉണ്ടാകണം. കർത്താവിന്റെ ശിഷ്യന്മാർ പല ഇടങ്ങളിൽ പോയി. ഈ ജനങ്ങളെല്ലാം അവരിൽ വിശ്വസിച്ച് കർത്താവിന്റെ
സുവിശേഷത്തിൽ വിശ്വസിച്ച് സഭയിലേക്ക് ചേർക്കപ്പെട്ടത് എന്തുകൊണ്ട്? അവര് ചെയ്ത അത്ഭുതം കൊണ്ടാണോ? അല്ല. അവര് ചെയ്ത അത്ഭുതം കൊണ്ടൊന്നും അല്ല, മറിച്ച് അവരുടെ ജീവിതം കണ്ടിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആദ്യം വിളിക്കപ്പെട്ടത് എന്തുവാ? തോമായുടെ മാർഗം കൂടിയവർ. തോമായുടെ മാർഗം കൂടിയവർ. തോമാശ്ലീഹ കാണിച്ച മാർഗം അത് ക്രിസ്തുവിന്റെ മാർഗമായിരുന്നു. ജീവിതത്തിൽ കൂടി, സംഭാഷണത്തിൽ കൂടി, ഇടപെടലുകൾ കൂടി ആ ക്രിസ്തുവിന്റെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള വഴിയും പാലവുമായി ബലഹീനരാകുന്ന നമ്മെ ഏവരെയും ദൈവം ചേർത്ത് നിർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.